മമ്മൂട്ടി ആരാധകർ കാത്തിരിപ്പിന് വിരാമമിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ നിർമ്മാണ സംരംഭത്തിന്റെ പേര് പുറത്തുവിട്ടിരിക്കുന്ന കളങ്കാവൻ എന്നാണ്. മമ്മൂട്ടി വിനായകനുമാണ് ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ഇരുവരുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ചിത്രം കളങ്കാവൻ എന്ന് പറയുന്ന സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ജിതിൻ കെ ജോസ് ആണ്. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം കൂടിയാണ്. ചിത്രത്തിൽ നെഗറ്റീവ് വേഷത്തിലാണ് മമ്മൂട്ടി എത്തുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്തകളെല്ലാം തന്നെ. എന്തൊക്കെയുള്ള അത്തരത്തിലുള്ള ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിൽ വിനായകന്റെ ചിത്രം ഉൾപ്പെടുന്ന ഫസ്റ്റ് ലുക്കും പുറത്തുവിട്ടിട്ടുണ്ട്. സെപ്റ്റംബർ 25-നാണ് പുതിയ സിനിമ മമ്മൂട്ടി കമ്പനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഉറുപ്പ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ സഹരചയിതാവ് കൂടിയായിരുന്നു ജിതിൻ കെ ജോസ്. റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം, കണ്ണൂർ സ്ക്വാഡ്, കാതൽ, ടർബോ, ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്നിവയാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനർ ഇതുവരെ റിലീസിനെത്തിയ ചിത്രങ്ങൾ. എന്തൊക്കെയാണ് എല്ലാം തന്നെ വിജയ ചിത്രങ്ങളുടെ ഭാഗമായതുകൊണ്ട് തന്നെ 7ാമത്തെ ചിത്രമായി കളങ്കാവലിന് പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. തെക്കൻ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളെ പറയുന്ന പേരാണ് കളങ്കാവൻ എന്നത്. എന്നാൽ അതുമായി ചിത്രത്തിന് ബന്ധമുണ്ടെന്ന് വ്യക്തമാണ്. ജിതിൻ കെ ജോസും വിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം. ചിത്രത്തിനായിട്ട് വിഷു റിലീസായിട്ട് ചിത്രം തിയേറ്ററിലോട്ട് എത്തുന്നതാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ വളരെ കൊടൂര രീതിയിലുള്ള മാസ് ലുക്കിലാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം കളങ്കാവൻ എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തിനായിട്ട്. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ഈ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്. ഇതുപോലത്തെ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.